ആശീർവാദ കർമ്മത്തിനും തിരുനാൾ ആഘോഷങ്ങൾക്കും ഒരുങ്ങി കോടാലപ്പാട് സെന്റ് ജോർജ് ദേവാലയം. നവീകരിച്ച ദേവാലയത്തിന്റെ ആശീർവാദ കർമ്മവും പ്രദക്ഷിണവും ഞായറാഴ്ച വൈകിട്ട് നടക്കും. ഫെബ്രുവരി 28 മുതൽ വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെയും പിറന്നാൾ സംയുക്തമായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ. നവീകരിച്ച കോടാലപ്പാട് ദേവാലയത്തിന്റെ ആശീർവാദ കർമ്മവും പ്രദക്ഷിണവുമാണ് ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെ നടക്കുന്നത്. തുടർന്ന് ദിവ്യബലിയും മുൻ വികാരി മാത്യു ഇടശ്ശേരിയെ ആദരിക്കുമെന്നും ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെയും കൊച്ചുത്രേസ്യയുടെയും പിറന്നാൾ സംയുക്തമായി ഫെബ്രുവരി 28 മുതൽ ആഘോഷിക്കാനാണ് തീരുമാനമെന്നും മാർച്ച് 2 പ്രധാന തിരുനാളെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ മാർച്ച് മാസം 3-ാം തീയതി അതിന്റെ പ്രവർത്തനങ്ങളുടെ ആരംഭം കുറിച്ച് ശിലാസ്ഥാപനം നടത്തി. ഏതാണ്ട് 11 മാസം ആകുമ്പോൾ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാവുകയാണ്. അതിന്റെ പിന്നിൽ ഇടവക ജനത്തിന്റെ കൂട്ടായ ഒന്നായ ഒരുമയോടെയുള്ള പ്രവർത്തനമാണ്. അതിന്റെ ഫലമാണ് ഇത്ര വേഗം ഈ ദേവാലയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാനായിട്ട് കാരണമായത്. അതോടൊപ്പം തന്നെ വിശുദ്ധ ഗീവർഗീസിന്റെ നാമധേയത്തിലുള്ള തിരുനാളാണ്, ദേവാലയമാണ്. നാളെ വൈകുന്നേരം 4 മണിക്ക് ആശീർവാദ കർമ്മത്തിന്റെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുകയാണ്. അതേ തുടർന്ന് 2-3 ദിവസം ധ്യാനമുണ്ട്. 17, 18, 19 തീയതികളിൽ. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. 2025 ഫെബ്രുവരി 16 അരൂക്കുറ്റി പാതുവാപുരം പള്ളിയിലെ വിശുദ്ധ അന്തോണീസ് പുണ്യവാളന്റെ 103ാമത് തിരുനാൾ. 2025 ഫെബ്രുവരി 11 മുതൽ 16 വരെ, 2-ാം തീയതി മുതൽ 10-ാം തീയതി വരെ നവനാൾ. 8, 9, 10 തീയതികളിൽ റവറന്റ് ഫാദർ ജിനു പള്ളിപ്പാട്ട് നയിക്കുന്ന ധ്യാന ശുശ്രൂഷ. 23-ന് 8-ാം ഇടം.